കോഴിക്കോട് താമരശ്ശേരിയിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസിന് നേരെ ആക്രമണം. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി യാത്രക്കാരനെ കയ്യേറ്റം ചെയ്തു. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ലതീഷ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ലതീഷ്, എന്താണ് ഈ സംഭവം? ആരാണ് ആക്രമണം നടത്തിയത്? യാത്രക്കാരനാണോ? കാവ്യ, ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് ബസ് താമരശ്ശേരി KSRTC ഡിപ്പോയ്ക്ക് മുമ്പിൽ നിർത്തിയ ഘട്ടത്തിലാണ് 5 അംഗ സംഘം എത്തുന്നത്. അതിലൊരാൾക്ക് ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യണം. എന്നാൽ സീറ്റില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം പ്രകോപിതനായി ബസ്സിനു നേരെ ഹെൽമറ്റും മറ്റും ഉപയോഗിച്ച് അടിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. എന്നാൽ സീറ്റില്ല, ലോങ് ബസ്സാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കയറ്റാൻ കഴിഞ്ഞിരുന്നില്ല. സ്വിഫ്റ്റ് ബസ്സിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾക്കാണ് യാത്രയ്ക്കുള്ള സൗകര്യമുള്ളത്. ഇനി സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അഡീഷണലായി യാത്രക്കാരെ കയറ്റുന്നൊരു സാഹചര്യമുള്ളത്. എന്നാൽ ആ നിലയിലുള്ള സൗകര്യം ഇന്നലെ ഉണ്ടായിരുന്നില്ല. സ്വിഫ്റ്റ് ബസ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കാൻ കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്ന് ബസ് മുന്നോട്ട് നീങ്ങി. ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ താമരശ്ശേരി ബസ് ബേയിൽ അവിടെ ആളുകൾക്ക് കയറാൻ ബസ് നിർത്തിയ ഘട്ടത്തിലാണ് സ്വിഫ്റ്റ് കാറിൽ, നീല സ്വിഫ്റ്റ് കാറാണെന്നാണ് പറയുന്നത്, അതിലെത്തിയ 5 അംഗ സംഘം ഈ നേരത്തെ ബസ്സിൽ കയറാൻ ശ്രമിച്ച ആൾ ഉൾപ്പെടെ ഉള്ളവർ ഡ്രൈവറോട് അസഭ്യം പറയുകയും ഇത് ചോദ്യം ചെയ്ത യാത്രക്കാരനായ വയനാട് സ്വദേശിയെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. അപ്പോഴേക്കും ഈ സംഘം കാറിൽ രക്ഷപ്പെട്ടിരുന്നു. ഈ കാറിലെത്തിയ 5 അംഗ സംഘം താമരശ്ശേരി പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണ് എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും നമ്പർ പ്ലേറ്റ് മാറ്റിയാണ് ഇവർ ബസ്സിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാവ്യ, മദ്യലഹരിയിലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടോ? ഈ ആക്രമണം നടത്തിയ സംഘത്തെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ലതീഷ്? ഇദ്ദേഹത്തെ ഒരു യാത്രക്കാരൻ വരുന്നു, ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നു. അതിന് അനുവദിച്ചില്ല. കാരണം സീറ്റ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുമായിരുന്നില്ല. അതിൽ പ്രകോപിതനായ ആളാണ് സംഘത്തിലുണ്ടായിരുന്ന മറ്റ് സുഹൃത്തുക്കളെയും കൂട്ടിയെത്തി കാറിൻ്റെ നമ്പർ പ്ലേറ്റ് എല്ലാം അഴിച്ചു മാറ്റിയ ശേഷം ബസ് ബ്ലോക്ക് ചെയ്യുന്നതും ഡ്രൈവറോട് മോശമായി പെരുമാറുന്ന സാഹചര്യമുണ്ടായത്. ഇത് ചോദ്യം ചെയ്ത യാത്രക്കാരന് നേരെയാണ് കയ്യേറ്റ ശ്രമം ഇവർ നടത്തിയത്, ഈ സംഘം നടത്തിയത്. മദ്യപിച്ചോ എന്നത് സംബന്ധിച്ചൊന്നുമുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭ്യമല്ല. കാരണം രാത്രി 1 മണിയാണ്. ബസ് പോലീസ് എത്തി പ്രാഥമികമായി ബസ് യാത്രക്കാരൻ്റെയും അതേപോലെ തന്നെ ഡ്രൈവറുടെയും ബസ് ജീവനക്കാരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. ഇന്ന് തിരിച്ച് വരുന്ന വഴി താമരശ്ശേരി എത്തി വിശദമായ മൊഴി നൽകാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബസ് ഫുള്ളായിരുന്നു. ലോങ് ബസ്സാണ്. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ഫുൾ യാത്രക്കാരുമായാണ് ബസ് പോയത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1/2-3/4 മണിക്കൂറോളം അവിടെ ഈ നടപടികളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടികൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സഹകരിച്ച ശേഷം ബസ് യാത്ര തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഡ്രൈവർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടില്ല. ഡ്രൈവറോട് മോശമായി പെരുമാറുന്നത് ചോദ്യം ചെയ്ത ബസ്സിലെ ഒരു യാത്രക്കാരനായ അദ്ദേഹം വയനാട് സ്വദേശിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെയാണ് ഈ 5 അംഗ സംഘം കയ്യേറ്റം ചെയ്യുന്ന നില ഉണ്ടായത്. കാവ്യ, ശരി ലതീഷ്, രാത്രിയോടുകൂടിയാണ് കോഴിക്കോട് ഈ സംഭവം ഉണ്ടായത്. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ യാത്രക്കാരനെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടായി എന്നതാണ് ലതീഷ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്ന വിവരം.